നിങ്ങളുടെ കാര്യം ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളാണ്, മധ്യപ്രദേശിലെ ഗവൺമെൻറ് സ്കൂളാണ്. അവിടെ ഇരിക്കുന്നത് എന്തോ കസേരയായിരുന്നു, താഴെ എന്തോന്നിലിരിക്കും, അല്ലാതെ ചാക്കായിരുന്നു. ചാക്കിട്ടിട്ട് ചാക്കയിലിരുന്ന് പഠിച്ച ചെറുക്കനായിരുന്നു. അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ടായിരുന്നു. പക്ഷെ ചാക്ക പിടിച്ച് ചാക്കയിലിരിക്കുന്ന ഗവൺമെൻറ് സ്കൂളിലെ ചെറുക്കൻ. എത്രാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു? 6ാമത്തെ വയസ്സിൽ അമ്മയും മരിച്ചു. ഒരു വേലക്കാരിയാണ്. പിന്നെന്തൊക്കെ പഠിച്ചു? 12ാം ക്ലാസ് പാസ്സായി. ഡിഗ്രി ഉണ്ടെന്ന് എനിക്ക് 4 ഡിഗ്രി ഉണ്ട്. SSLC 4 ഡിഗ്രി. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നോ ലിമിറ്റ്, നോ ലിമിറ്റ്. തെണ്ടുൽക്കറിന് ദൈവമില്ലാതെ ആ സ്ഥാനത്ത് എത്തിയെങ്കിൽ നിങ്ങൾക്ക് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ സഭയിലെ ജൂനിയർ മോസ്റ്റ് പാസ്റ്റർ ആയതുകൊണ്ട് അധികാരം എടുത്തതാണ് കേട്ടോ. സീനിയർ പാസ്റ്ററുണ്ട്, ജൂനിയർ പാസ്റ്ററുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഫലിതം പറഞ്ഞതാണ് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കും. അത് പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കാം. Arise and shine. എഴുന്നേറ്റ് പ്രകാശിക്കാം. So every kid that is sitting here, every children who are sitting here, my message this morning to you is from God, and God is saying that I want each and everyone who's sitting here to rise and shine for Jesus Christ. വന്നിരിക്കുന്ന ഓരോരുത്തരോടും, യുവതിവാക്കളോടും, കുഞ്ഞുങ്ങളോടും, പ്രായമുള്ളവരോടും ഞാൻ പറയാൻ ആഗ്രഹമുള്ളതാകുന്നു. വേദപുസ്തകത്തിൽ വേദഭാഗത്ത് കാണുന്നത് യേശു കർത്താവിന്റെ നാമത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. You are required to rise and shine for Jesus. യേശു കർത്താവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. You are not called to be ordinary people. നിങ്ങൾ സാധാരണക്കാരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. But when you are serving the King of the Kings and the Lord of the Lords, you are not ordinary, but you are somebody extraordinary. രാജാവിനെ നിങ്ങൾ ആരാധിച്ച് നിങ്ങൾ കർത്താവിനെ സ്തുതിച്ച് ഘോഷിക്കുമ്പോൾ നിങ്ങൾ സാധാരണക്കാരല്ല, അതിന് അവകാശികളായി തീരുന്നു. When you will walk with Jesus, He will make you to rise and shine for Him. നിങ്ങൾ യേശുവോട് ചേർന്ന് നടന്ന് ആരാധിച്ച് മുന്നേറുമ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട കർത്താവ് നിങ്ങളെ സഹായിക്കും. One day a young boy came to me, maybe about 20 to 23 year old. ഏകദേശം 22-23 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് ഒരിക്കൽ എന്റെ അടുക്കലേക്ക് വന്നു. And he said, I want to become a medical doctor. അവൻ പറഞ്ഞു, എനിക്ക് ഒരു ഡോക്ടറായി തീരണം. And I prayed for him. ഞാൻ അവനോട് പ്രാർത്ഥിച്ചു. And I said, you will become one of the best doctor in the country. ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറായി തീരും. He's already doing MBBS, but he said, I want to become a good doctor. അവൻ ഇപ്പോൾ MBBS ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നല്ല ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. So I said, you will become one of the best doctors in the country. ഈ നാട്ടിലെ ഒരു ഏറ്റവും ഉന്നതനായ ഒരു ഡോക്ടറായി തീരും എന്ന് ഞാൻ അവനോട് പറഞ്ഞു. He started smiling. അവൻ ചിരിക്കാൻ തുടങ്ങി. He could not believe what I was saying. ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. I said, that is the purpose of God out of your life. ഞാൻ പറഞ്ഞു, നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി അതാകുന്നു. When I took 2-3 doctors' names who are very famous in our country. നമ്മുടെ രാജ്യത്തിൽ പ്രശസ്തരായ 2-3 ഡോക്ടർമാരുടെ പേരൊക്കെ ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. If they can become famous and if they can become successful, you can become even more successful than them, because they did not have Jesus, but you have Jesus in your life. പ്രശസ്തരായി തീരാൻ കഴിയുമെങ്കിൽ, അവർ ഉന്നതരായി തീരാൻ കഴിയുമെങ്കിൽ, അവരെക്കാൾ ഉന്നതനും പ്രശസ്തനായി തീർക്കാൻ കഴിയും ദൈവത്തിന് നിന്നെക്കുറിച്ച്. കാരണം എന്താ? നീ യേശുവുള്ളവനായി ജീവിക്കുന്നു. So do you want to become an engineer? അതുകൊണ്ട് നിനക്ക് എഞ്ചിനീയറായി തീരാൻ ആഗ്രഹമുണ്ടാവും. Pray that you will become the best engineer in the country and shine for Jesus. രാജ്യത്ത് ഏറ്റവും ഉന്നതനായ എഞ്ചിനീയറായി തീരും എന്ന പ്രതീക്ഷിച്ചുകൊണ്ട് കർത്താവിനെ ശോഭിക്കാൻ എഴുന്നേൽക്കുകയും. You want to become a businessman? നിങ്ങൾക്ക് ഒരു ബിസിനസ്സുകാരനാകണമോ? You need to pray that you will become the best businessman in the country. രാജ്യത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ബിസിനസ്സുകാരനായി തീരണം എന്നുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. You want to become an architecture? നിങ്ങൾക്ക് ഒരു ആർക്കിടെക്ട് ആയി തീരണമോ? You should become the best one in the country. രാജ്യത്തിലുള്ള ഏറ്റവും ഉന്നതനായ ആർക്കിടെക്ട് ആയി തീരണം. My Bible says in Psalms chapter 20 verse 4 like this. സങ്കീർത്തന പുസ്തകം 20:4 എന്റെ വേദപുസ്തകം പറയുന്നു, I will fulfill the desires of your heart. ഞാൻ എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരും. But you got to have a desire in your heart. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരിക്കണം. If you don't have a dream, God cannot help you. നിങ്ങൾക്ക്
സ്വപ്നമില്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല. So young men and women, I want to tell you this morning, birth a dream and rise and shine for Jesus Christ. യുവതിവാക്കളെ ഈ പ്രഭാതത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഹൃദയത്തിൽ സ്വപ്നമുണ്ടായിരിക്കണം, ആ സ്വപ്നം എഴുന്നേറ്റ് പ്രകാശിക്കണം. There was a girl who was born as the 20th child in the family of 22 children. 22 മക്കളുള്ള ഒരു കുടുംബത്തിലെ 20ാമത്തെ കുഞ്ഞായി ജനിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. That means this family had one football team by themselves. എന്നതിന്റെ അർത്ഥം എന്തെന്നാൽ ഈ കുടുംബത്തിനകത്ത് കുട്ടികളായി തന്നെ ഒരു ഫുട്ബോൾ രണ്ട് ടീമിന് ആവശ്യമുള്ള ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. If they wanted to play a football match, ഒരു ദിവസം ഒരു ഫുട്ബോൾ മാച്ച് കളിക്കണമെങ്കിൽ, or if they want to play a cricket match, അല്ല ക്രിക്കറ്റ് മാച്ച് കളിക്കണമെങ്കിൽ, they have 11 each on each side. ഓരോ ഭാഗത്തും 11 ആളുകളുണ്ട്. And even they did not have to run here and there for referee or umpire, because mother and father can be the referee. റഫറിയും അമ്പയറിനെ വിളിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല, കാരണം എന്തെന്നാൽ അവർക്ക് മാതാവും പിതാവും കൂട്ടിനുണ്ടായിരുന്നു. 22 children in that family. ആ കുടുംബത്തിൽ 22 അംഗങ്ങൾ. I'm talking about a real story that happened in America. അമേരിക്കയിൽ സംഭവിച്ച യഥാർത്ഥ ഒരു കഥയാണ് നിങ്ങളോട് പറയുന്നത്. And this was an Afro-American family. ഇതൊരു ആഫ്രോ അമേരിക്കൻ കുടുംബമായിരുന്നു. They were living in poverty. അവർ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്നു. They did not have enough food to have each day. ഓരോ ദിവസവും ആവശ്യമായ ആഹാരമില്ലായിരുന്നു. They would be starving and they would be living. അവർ ജീവിക്കുന്ന അർത്ഥ പട്ടിണിയിൽ ജീവിച്ചിരുന്നു. There was nothing for them to be cheerful about in their lives. അവരുടെ ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കാര്യമായ സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. And this child who was the 20th child, she was a girl. ഈ 20ാമത്തെ കുഞ്ഞ് അവൾ ഒരു പെൺകുട്ടി ആയിരുന്നു. But at the age of 5, എന്നാൽ 5 വയസ്സ് പ്രായമുള്ളപ്പോൾ she was attacked by polio. അവള് പോളിയോ രോഗബാധിതയായി. I mean, nothing worse can happen than this. ആ കാലങ്ങളിൽ അതിനപ്പുറമായി ദോഷങ്ങൾ സംഭവിക്കാനില്ല. Already living in poverty. ഇപ്പോൾ തന്നെ ദാരിദ്ര്യത്തിൽ കഴിയുന്നു. There's nothing to be hopeful about. അതിനെക്കുറിച്ച് പ്രത്യാശ ഒന്നുമില്ല. They've been rejected by everybody. എല്ലാ ആളുകളും അവരെ അവഗണിച്ചിരുന്നു. Discrimination is going on. അവിടെ വിവേചനം ധാരാളം ഉണ്ടായിരുന്നു. And now she becomes a polio victim. ഇപ്പോൾ അവള് പോളിയോ രോഗബാധിതയായി So തീർന്നു. she's walking like this. അതുകൊണ്ട് അവള് കാലിടറി നടക്കാൻ തുടങ്ങി. She can walk only 2-3 steps and then she will fall down. 3 ചൂട് വെച്ച് കഴിയുമ്പോൾ അവൾ വീണു പോകും. Every day her mother would carry her to the school. ഓരോ ദിവസവും മാതാവ് അവളെ ചുമന്നാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. Mother would wait till her school finishes and then carry her back home. സ്കൂൾ തീരുന്നവരെ മാതാവ് കാത്തുനിന്ന് അവളെ ചുമന്നുകൊണ്ട് ഭവനത്തിലേക്ക് വരും. Doctors gave a certificate saying that this girl will never walk in her life. ഈ പെൺകുട്ടി ഒരിക്കലും ജീവിതത്തിൽ നടക്കയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി കൊടുത്തു. But when she was about 13-year-old, എന്നാൽ 13 വയസ്സ് പ്രായമായപ്പോൾ one day she was in the church. ഒരു ദിവസം അവൾ ദൈവാലയത്തിലായിരുന്നു. And the pastor was preaching. പാസ്റ്റർ പ്രസംഗിക്കുന്നു. And pastor said, God has called you to rise and shine. പാസ്റ്റർ പ്രസംഗിച്ചു പറയുകയാണ്, ദൈവം നിന്നെ എഴുന്നേറ്റ് പ്രകാശിക്കാൻ God വിളിച്ചിരിക്കുന്നു. has called you to do something extraordinary. അസാധാരണമായ എന്തോ ചെയ്യാനായി ദൈവം നിന്നെ This വിളിക്കുന്നു. message got stuck in the life of this young girl. ഈ ചെറിയ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ ഈ സന്ദേശം ആഴമായി തറച്ചു. Few months later she was again in the school. ചില മാസങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും സ്കൂളിലേക്ക് പോയി. There was an athletic competition happening in her school. ആ സ്കൂളിൽ ഒരു മത്സരം നടക്കുകയാണ്. All the children are standing there and they are running and competing with each other. എല്ലാ കുട്ടികളും നിന്നുകൊണ്ട് അന്യോന്യം അവരെ മത്സരിച്ച് ഓടുകയാണ്. But this girl is sitting by her mother in the gallery. എന്നാൽ ഗാലറിയിൽ മാതാവിനോട് ചേർന്ന് ഈ പെൺകുട്ടി ഇരിക്കുന്നു. She's just sitting there doing nothing. അവൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ Finally 100-meter competition is announced. അവസാനം 100 മീറ്റർ ഓട്ടത്തിലുള്ള ആ ആഹ്വാനമുണ്ടായി. This girl taps her mother. ഈ പെൺകുട്ടി മാതാവിന്റെ കാര്യത്തിൽ പിടിച്ചു. Mama, I want to run. എനിക്ക് ഓടണം. Mama, I want to run. എനിക്ക് ഓടണം. You want to run? നീ ഓടാനിരിക്കുന്നു. You can't even walk. You want to run? നിനക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല, പക്ഷെ ഓടാൻ പോകുന്നു. My God said, I will rise and shine. ദൈവം പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കും. My God said, I will rise and shine. എന്റെ ദൈവം പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കും. But doctor said, you cannot. ഡോക്ടർമാർ പറഞ്ഞു, നിനക്ക് സാധ്യമല്ല. Forget about running. You cannot walk. നിനക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല, ഓടുന്നതിനെ കുറിച്ച് മറന്നു കളയാ എന്ന് പറഞ്ഞു. But she said, my Jesus said, I will rise. എന്റെ യേശു പറഞ്ഞു, ഞാൻ എഴുന്നേൽക്കും. She did not give up. അവൾ ആശ വിട്ട് കളഞ്ഞില്ല. She said, Mama, put me on the track. എന്നെ ട്രാക്കിലാക്കുക എന്ന് പറഞ്ഞു. With heavy heart, mother put her on the track. ഹൃദയഭാരത്തോടുകൂടി അമ്മ ട്രാക്കിൽ മോളെയാക്കി. Hundreds of people sitting in the gallery, 50% were
shocked and making fun of her, and 50% people were having compassion over her. ആളുകൾ ആ ഗാലറിയിലൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ 50% ആളുകൾ പരിഗണിക്കുന്നു, 50% ആളുകളോ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. Finally the whistle blows. അവസാനം ആ വിസിൽ കേട്ടു. She's standing like this. അവൾ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. She starts running. അവൾ ഓടാൻ തുടങ്ങി. She falls down. Half of the people started. പകുതി ആളുകൾ അവർ പരിഹസിച്ചു. She did not give up. അവൾ ആശ വിട്ടില്ല. She rose up. അവൾ എഴുന്നേറ്റു. She ran again. അവൾ വീണ്ടും ഓടി. Fell down. വീണ്ടും വീണു. Got up. എഴുന്നേറ്റു. Fell down. വീണു. Got up. എഴുന്നേറ്റു. She was the last to complete the race. ആ മത്സരം അവസാനിപ്പിക്കുന്ന അവസാനത്തെ On her way back home, അവൾ ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ she was sitting in the bus with her mother. മാതാവിനോട് ചേർന്ന് ബസ്സിലിരിക്കുമ്പോൾ She said to her mother like this. അമ്മയോട് അവൾ ഇങ്ങനെ പറഞ്ഞു, Mama, one day I want to be the world champion and the fastest girl of the universe. ഏറ്റവും വേഗത്തിലുള്ള പെൺകുട്ടിയായി ലോകത്തിലെ സമ്മാനമാകുന്ന പെൺകുട്ടിയായി തീരണമെന്ന് പറഞ്ഞു. She did not say I just want to run, but I want to become the fastest girl in the universe. ഭൂലോകത്തിൽ ആഗമനമായി ഏറ്റവും വേഗത്തിലുള്ള പെൺകുട്ടിയായി തീരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അമ്മയോട് പറഞ്ഞു. Mama looked at her. അമ്മ അവളെ നോക്കി. Mama knew in her heart it is impossible. അസാധ്യം എന്ന് അമ്മ മനസ്സിൽ പറഞ്ഞു. Mama started crying. അമ്മ കരയാൻ തുടങ്ങി. But this girl did not give up. എന്നാൽ ഈ പെൺകുട്ടി ആശ വിട്ടില്ല. Next competition, അടുത്ത മത്സരം she was again standing there. വീണ്ടും അവൾ നിൽക്കുന്നു. She was not last this time. ഇപ്രാവശ്യം അവൾ അവസാനമല്ല. She was seventh. അവൾ ഏഴാമതായി. Next competition, അടുത്ത മത്സരം she was not seventh. അവൾ ഏഴല്ല. She was fifth. അവൾ അഞ്ചാമതായി തീർന്നു. Next competition, അടുത്ത മത്സരം she was third. അവൾ മൂന്നാമതായി തീർന്നു. Next competition, അടുത്ത മത്സരം she won the first prize in her school. അവൾ The story doesn't stop here. അവസാനിക്കുന്നില്ല. The story doesn't stop here. അവസാനിക്കുന്നില്ല. You go and do Google search. ഗൂഗിളിലേക്ക് നിങ്ങൾ പോയി അന്വേഷിക്കുവേൻ. In 1960 Olympic, Rome Olympic, 1960 റോം ഒളിമ്പിക്സിൽ she won 400 meter gold, she won 200 meter gold, she won 4 into 100 gold meter gold, and she won the 100 meter gold. 100 മീറ്റർ അവൾ ഒന്നാം സമ്മാനം സ്വർണ്ണ മെഡൽ വാങ്ങി. She won the 100 meter gold with a world record. ലോകത്തിലെ അവളെ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് 100 മെഡൽ ലോകത്തിലെ അവൾ സമ്മാനം വാങ്ങി. In 1960 Wilma Rudolph was declared as the fastest girl in the universe. Who is this Wilma Rudolph? 30 years back doctors said you can never walk. 30 വർഷക്കാലം മുമ്പ് നീ ഒരിക്കലും നടക്കയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയവരാണ്. Who is this Wilma Rudolph? ആരാണ് ഈ വിൽമ റുഡോൾഫ്? Half of the people watching her from the gallery made fun of her. ഗാലറിയിൽ നിന്നുകൊണ്ട് 50% ആളുകൾ അവളെ കണ്ടുകൊണ്ടിരുന്നവരെ കളിയാക്കി. Who is this Wilma Rudolph? ആരാണ് ഈ വിൽമ റുഡോൾഫ്? Even her mother did not believe in what she said. അവൾ പറഞ്ഞതിൽ അവളുടെ മാതാവ് പോലും വിശ്വസിച്ചില്ല. But who is Wilma Rudolph? എന്നാൽ ആരാണ് വിൽമ റുഡോൾഫ്? Because she believed in the name of Jesus. Today she's standing with 4 gold medals in her chest and she's saying, I have done it. I have risen up and I have shined for Jesus Christ. She came to New York. ന്യൂയോർക്കിലോ She was taken in an open jeep for an honor parade. അവളെ ഒരു തുറന്ന ജീപ്പിൽ മാനിക്കപ്പെടേണ്ടതിന് വേണ്ടി അവിടെ അവരോധിച്ചു. 4 medals in her chest. അവളുടെ നെഞ്ചത്ത് 4 മെഡലുകൾ കിടപ്പുണ്ട്. The media came മീഡിയ വന്നു. and asked her, Wilma, അവളോട് ചോദിച്ചു, how did this happen, Wilma? വിൽമ ഇതെങ്ങനെ സംഭവിച്ചു? Wilma, how did this happen, Wilma? വിൽമ ഇതെങ്ങനെ സംഭവിച്ചു? You could not walk, but today you are the fastest. നിനക്ക് നടക്കാൻ പോലും കഴിയില്ലായിരുന്നു, പക്ഷേ ഇന്ന് ലോകത്തെ ഏറ്റവും വേഗതയുള്ളവളായി തീർന്നിരിക്കുന്നു. She looked at the media. അവൾ മീഡിയ നോക്കി പറഞ്ഞു. And she said, അവൾ പറഞ്ഞു, with the help of Jesus. യേശുവിന്റെ സഹായത്താൽ, With the help of Jesus. യേശുവിന്റെ സഹായത്താൽ, With the help of Jesus. യേശുവിന്റെ സഹായത്താൽ, My young brothers, എന്റെ സഹോദരങ്ങളെ, my sisters, എന്റെ സഹോദരിമാരെ, my young ones, എന്റെ കൊച്ചു കുഞ്ഞുങ്ങളെ, I want to tell you, ഞാൻ നിങ്ങളോട് പറയട്ടെ, no dream is impossible, no dream is unaccomplished if you will decide to walk with Jesus. യേശുവിനോട് കൂടെ നിങ്ങൾ ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സ്വപ്നവും അത് അസ്തമിച്ചു പോയില്ല, ഒരു ആഗ്രഹവും സാധിക്കാതിരിക്കുകയില്ല. Today Jesus is telling you, rise and shine for me. ഇന്ന് യേശു കർത്താവിനോട് പറയുന്നു,
ഇന്ന് ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ He കഴിയും. can do it for you today. ഇന്ന് ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ But കഴിയും. all you need to do is pray and work hard. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം, നല്ലവണ്ണം പ്രയത്നിക്കണം. About 7-8 years back, ഏകദേശം 7-8 വർഷങ്ങൾക്ക് I മുൻപ് was preaching in Chenganur. ഞാൻ ചെങ്ങന്നൂരിൽ പ്രസംഗിക്കുകയായിരുന്നു. One young boy came to me. ഒരു ചെറിയ യുവാവ് എൻ്റെ അടുക്കൽ വന്നു. He was studying in his 12th standard. അവൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. Failed 3 times continuously. നിരന്തരമായി 3 പ്രാവശ്യം പരാജയപ്പെട്ടു. And he said, Uncle, can you pray for me? അവൻ എന്നോട് വന്ന് ചോദിച്ചു, അങ്കിളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? Maths and science are just impossible. മാത്സും സയൻസും എനിക്ക് അസാധ്യമാകുന്നു. I cannot understand. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. I cannot do it. എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. But I need to pass this 12 somehow. എന്നാൽ എങ്ങനെയെങ്കിലും പരീക്ഷ പാസ്സായാൽ മതിയാകും. I said, we will pray. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. The fear of the Lord is the beginning of knowledge. ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. Then what is the purpose of God for our life? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്താകുന്നു? Surely goodness and mercy shall follow you all the days of your life. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിങ്ങളെ പിന്തുടരും. We prayed. ഞങ്ങൾ പ്രാർത്ഥിച്ചു. Next exam, അടുത്ത പരീക്ഷ he passed with very good marks. നല്ല മാർക്ക് വാങ്ങി അവൻ ജയിച്ചു. Not because I prayed, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടല്ല, but he believed and he worked hard. എന്നാൽ അവൻ വിശ്വസിച്ചു, അവൻ കഠിനാധ്വാനം ചെയ്തു. Today he's in Bangalore. ഇന്ന് അവൻ ബാംഗ്ലൂരിലാണ്. He's running a multinational import-export company. ഇന്ന് അവന് ഒരു മൾട്ടിനാഷണൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കമ്പനി നടത്തുകയാണ്. Every week he calls me. ഓരോ ആഴ്ച അവൻ എന്നെ വിളിക്കുന്നു. And he just tells me, I had nothing, but my God made me to shine. എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്റെ ദൈവം എഴുന്നേറ്റ് പ്രകാശിക്കാൻ എന്നെ അനുവദിച്ചു. Today I want you to rise and shine for Jesus. ഇന്ന് നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Before you go from here, I want you to make a decision. Lord, I want to be somebody who will rise and shine for you. ഇന്ന് നിങ്ങൾ ഇവിടെ കടന്ന് മടങ്ങി പോകുന്നതിന് മുൻപായി കർത്താവേ, അങ്ങേക്ക് വേണ്ടി ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കുന്ന ആളായി തീരുന്ന തീരുമാനം നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I want to give you some secrets. ചില രഹസ്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. How you can rise and shine in your life. ജീവിതത്തിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയും? If I just tell you rise and shine, and if I go, my message is incomplete. ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കടന്നു പോകുന്നെങ്കിൽ എന്റെ സന്ദേശം പൂർത്തിയാകുകയില്ല. But I need to give you some formula. എന്നാൽ അതിന് ആവശ്യമായ ചില ഫോർമുലകൾ നൽകണമെന്നുണ്ടല്ലോ. And if you will run with that formulas, ആ ഫോർമുല ഉപയോഗിച്ച് ഓടുമെങ്കിൽ God will help you to achieve something impossible in your എന്തെങ്കിലും life. ജീവിതത്തിൽ അസാധ്യമായി നേടാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കും. If you will follow these formulas, ഈ ഫോർമുലകൾ നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ 10, 15, 20 years from now, 10, 15, 20 വർഷം ഇനി മുന്നോട്ട് if Jesus coming tarries, യേശുവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ, if we meet again, നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെങ്കിൽ you will definitely come and tell me that God has helped me to rise and shine for Him. കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാൻ യേശുവിനെ സഹായിക്കുന്ന നിങ്ങൾ കടന്നുവന്ന് എന്നോട് പറയും. By the way, before I go, I would like to give every one of you a book and a bookmark in sometime future. നിങ്ങൾ കടന്നുവരുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഒരു ബുക്കും ഒരു ബുക്ക് മാർക്കും ഒക്കെ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We wanted to bring it, but somehow it did not happen. ഞങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. But if you are really interested, give your address at the back, and we will send you that book and a bookmark. ബുക്കും ബുക്ക് മാർക്കും നിങ്ങൾക്ക് ലഭിക്കണമെന്ന് തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് സ്റ്റോളിൽ നിങ്ങളുടെ പേരും വിലാസവും കൊടുക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. But you got to promise that you will read that book. എന്നാൽ പുസ്തകങ്ങൾ വായിക്കും എന്ന് എനിക്ക് നിങ്ങൾ ഉറപ്പ് തരാണ്. We are going to give it to you absolutely free. സമ്പൂർണ്ണമായ സൗജന്യമായി നിങ്ങൾക്ക് നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. I'm going to talk about a young man from the Bible. വേദപുസ്തകത്തിൽ നിന്ന് ഒരു യുവാവിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. 25 minutes, I want your full attention. 25 നിമിഷം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. You want to become like Wilma Rudolph? Listen to my story. നിങ്ങൾക്ക് വിൽമാ റുഡോൾഫിനെ പോലെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഈ കഥ ശ്രദ്ധയോടെ കേൾക്കുവിൻ. 1 Samuel chapter 9. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം. I hope you all know where is 1 Samuel. എവിടെയാണ് 1 ശമൂവേൽ എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. It's very simple. അത് വളരെ ലളിതമാണ്. It's somewhere between Genesis and Revelation. അത് വെളിപ്പാട് പുസ്തകത്തിനും ഉൽപ്പത്തി പുസ്തകത്തിനും വെളിപ്പാട് പുസ്തകത്തിനും ഇടയ്ക്കാണ് ഇത്. Or if you want me to make it more simple, it is soon before 2 Samuel. വളരെ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ അത് 2 ശമൂവേലിന് മുൻപായാണ് 1 ശമൂവേൽ. But if you don't know where is 2 Samuel, I'll tell you that also. എന്നാൽ 2 ശമൂവേൽ എവിടെയാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം. It is just after 1 Samuel. 1 ശമൂവേലിന് പിന്നാലെയാണ് 2 ശമൂവേൽ. So Bible is very easy. അതുകൊണ്ട് വേദപുസ്തകം വളരെ എളുപ്പമാണ്. So 1 Samuel, 2 God has put everything in order. 1 ശമൂവേൽ 2 ശമൂവേൽ എല്ലാം ദൈവം വളരെ ചിട്ടയോടെ വെച്ചിരിക്കുകയാണ്. 1 Samuel chapter 9. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം. We read about a man here who has lost his donkeys. കഴുതകളെ തന്റെ സ്വന്തം കഴുതകൾ നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മുടെ I വായിക്കുകയാണ്. don't have time. I'm going to go very, very fast. എനിക്ക് സമയം പോരായ്മ കൊണ്ട് വളരെ വേഗത്തിൽ പോകാൻ I'm just going to touch some points and move forward. ചില
പോയിന്റ്സുകൾ ഞാൻ തൊട്ട് വേഗത്തിൽ പോകാൻ So ആഗ്രഹിക്കുന്നു. here was a man who lost his donkeys. ഇവിടെ ഒരു മനുഷ്യനുണ്ട്, അവന്റെ കഴുതകൾ അവൻ നഷ്ടമായി. He was a rich and a noble man. അവൻ വളരെ ധനികനായിരുന്നു, അവൻ പ്രാവീണ്യമുള്ള മനുഷ്യനായിരുന്നു. So in those days, your richness was counted by the number of animals you have, and number of slaves you have, and all those things. ആ കാലഘട്ടത്തിലൊക്കെ ഒരു മനുഷ്യൻ ധനികൻ എന്നറിയുന്നത് അവൻ എന്തുമാത്രം സ്വത്തുണ്ട്, ആടുമാടുകളുണ്ട് എന്നൊക്കെ ആശ്രയിച്ച് ആയിരുന്നു. So one day he found that he has lost few of his donkeys. ഒരു ദിവസം അവൻ കണ്ടെത്തി അവന്റെ കഴുതകളിൽ ചിലത് അവൻ നഷ്ടമായി. So now what does he do? അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? The Bible says like this. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു. So in verse 3 of chapter 9. 9-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, Now the donkeys of Kish, Saul's father, were lost, and Kish said to his son Saul, please take one of the servants with you and rise and go and look for the donkeys. 3-ാം വാക്യം, ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കീശ് തന്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതകളെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. So the father Kish is calling his son പിതാവ് പുത്രനെ വിളിക്കുന്നു. and says, Saul, we have a problem here. ശൗലേ, നമുക്കൊരു പ്രശ്നമുണ്ട്. We have lost some donkeys, ചില കഴുതകൾ നഷ്ടമായിരിക്കുന്നു. and I want you to go and fetch them. നീ പോയി അത് അന്വേഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Now I would like you to answer something. ഞാൻ അവിടെ ചില ഉത്തരം പറയട്ടെ. I want to know something from you. നിങ്ങളിൽ നിന്ന് ചിലത് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Why did he choose his son to go and look for the lost donkeys? എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ തന്റെ മകൻ പോയി നഷ്ടപ്പെട്ട കഴുതകളെ അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നത്? He could have sent the servant alone, അവിടെ ആ ഭൃത്യനെ ഏകനായി അയക്കാമായിരുന്നല്ലോ, or he could have sent somebody else. അല്ലെങ്കിൽ മറ്റാരെങ്കിലും അയക്കാമായിരുന്നു. But why is he picking his son Saul and saying, go and find this lost donkeys? എന്തുകൊണ്ടാണ് ആ അപ്പൻ തന്റെ മകൻ ശൗലിനെ വിളിച്ചിട്ട് നഷ്ടപ്പെട്ട കഴുതകളെ പോയി അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നത്? I know you are more smarter than me and you know the answer already. എനിക്കറിയാം, നിങ്ങൾ എന്നെക്കാൾ വളരെ ഉത്തമനാണ്. ആ ഉത്തരം നിങ്ങൾക്കറിയാം, എനിക്കറിയാം. One of the main reasons is because he trusted his son more than anybody else. പ്രധാനപ്പെട്ട പ്രസംഗം എന്തെന്നാൽ ഈ പിതാവ് പുത്രനെ വളരെ അധികം വിശ്വസിച്ചു. Why did he trust his son? എന്തുകൊണ്ടാണ് മകനെ അതിനെ വിശ്വസിച്ചത്? Because over the years the son has proved his trustworthiness to his father. ഈ കാലാന്തരത്തിൽ പിതാവിനോട് തന്റെ സത്യസന്ധത ആ പുത്രൻ നല്ലവണ്ണം വെളിപ്പെടുത്തിയിരുന്നു. Kish knew one thing, that my son is a trustworthy son. ഈശ്വരിയം എന്റെ മകൻ ശൗല വളരെ സത്യസന്ധൻ ആകുന്നു. If I give him a job, he will definitely do it. അവന് ഞാൻ ഒരു ജോലി നൽകിയാൽ നിശ്ചയം അവൻ നല്ലവണ്ണം അത് നിറവേറ്റും. He will not find excuses. അവന് അതിന് ഒഴികഴിവുകൾ പറയുകയില്ല. He will not find some other choices. മറ്റ് ഏതെങ്കിലും തിരഞ്ഞെടുപ്പുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. Number one, as young children, we got to be people who are trustworthy. അതുകൊണ്ട് യുവതിവാന്മാർക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളോട് വളരെ സത്യസന്ധമായിരിക്കണം. So my first question to young boys and girls, those who are in school and college, can your parents trust you 100%? അതുകൊണ്ട് യുവതിവാക്കളും കുട്ടികളും ബാലികബാലന്മാരെ ഇരിക്കുന്നവരോട് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെ സത്യസന്ധനായി വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? Can they trust you and let you go alone somewhere? നിങ്ങളെ ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റയ്ക്ക് പറഞ്ഞേക്കത്തക്കോണം വിശ്വാസം അവർക്ക് ഉണ്ടോ? Can they trust you enough that you can give them your mobile phone in their hand, say, Mama, Daddy, my phone is in your hand, you can check whatever you want? നിങ്ങളുടെ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ മാതാപിതാക്കളുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് സത്യസന്ധമായി ധൈര്യത്തോടെ പറയേണ്ട, അമ്മ പപ്പ മൊബൈൽ ഇരിക്കുന്നു, അതിനകത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കിക്കൊടുക്കാൻ തുറന്ന മനസ്സോടെ പറയാൻ കഴിയുമോ? I travel very often. ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ്. I stay with families. ഞാൻ കുടുംബങ്ങളോട് ചേർന്ന് വസിക്കാറുണ്ട്. And I have seen many times children fighting with their parents just because the parents have taken the phone of their children. ആ കുട്ടികളുടെ ആ ഭവനങ്ങളിൽ കുട്ടികളുടെ മൊബൈലൊക്കെ മാതാപിതാക്കൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. They don't want their parents to see their phones. അവരുടെ ഫോണൊന്നും മാതാപിതാക്കൾ കാണുന്നതിനോട് താല്പര്യമല്ല. Are we trustworthy? നാം സത്യസന്ധരായിരിക്കുന്നുവോ? God can bless you only if you are trustworthy. നിങ്ങൾ സത്യസന്ധരായിരിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. We got to have a transparent life. നമ്മുടെ ജീവിതത്തിൽ വളരെ നിർമ്മലതയുള്ള ജീവിതം വേണം. I always say like this, ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, that our public life and our private life should be one. നമ്മുടെ പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും ഒരുപോലെ ഇരിക്കണം. We should not be somebody different in public and somebody different in private. പരസ്യമായ ജീവിതത്തിൽ നമ്മൾ വ്യത്യസ്തനായും നല്ല രഹസ്യ ജീവിതത്തിൽ വേറെ വിധത്തിലും ആയിരിക്കരുത്. We got to be people of testimony. നാം സാക്ഷ്യമുള്ള ആളുകൾ ആയിരിക്കണം. Saul was a young boy of testimony. ശൗല യുവമായിരുന്നു, അവൻ സാക്ഷ്യമുള്ളവൻ ആയിരുന്നു. So his father is trusting him to go and find the lost donkeys. അതുകൊണ്ട് നഷ്ടപ്പെട്ട കഴുതകളെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതിന് വേണ്ടി പിതാവ് ശൗലിനെ അയക്കുകയാണ്. And so he
saying, go, rise and go and find these donkeys. പുത്രനോട് പറയുന്നു, നീ എഴുന്നേറ്റ് ഈ കഴുതകളെ അന്വേഷിച്ച് കടന്നു പോകാം. You know, God wants us to excel in everything that we do. നാം ചെയ്യുന്ന സർവ്വസംഗതികളും നമ്മൾ ഉത്തമരായി തീരണം ദൈവം ആഗ്രഹിക്കുന്നു. Excel in our studies. നമ്മുടെ പഠനത്തിൽ ഉത്തമരായിരിക്കണം. Excel in our behavior. നമ്മുടെ സ്വഭാവത്തിൽ ശോഭ വേണം. Excel in our family life. നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രകാശിക്കണം. Excel in our profession. നമ്മുടെ ഉദ്യോഗത്തിൽ സമ്പന്നരായി തീരണം. In everything we got to be people who will work hard and we will excel. എല്ലാ സംഗതികളിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഉന്നതരായി തീരുന്നവർ ആയിരിക്കണം. Let me say like this. ഞാൻ ഇങ്ങനെ പറയട്ടെ, We are not called to just stand, but we are called to stand out. നാം നിൽക്കേണ്ടെന്ന് മാത്രമല്ല ദൈവം വിളിക്കുന്നത്, എഴുന്നേറ്റ് ഉയരത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. We got to be head and shoulder above the others. മറ്റുള്ളവരെക്കാൾ നമ്മുടെ ശിരസ്, നമ്മുടെ തോള് മറ്റുള്ളവരെക്കാൾ ഉയർന്നിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. In what? ഏത് കാര്യത്തിൽ? In our character. നമ്മുടെ സ്വഭാവത്തിൽ, In our behavior. നമ്മുടെ ഇടപാടുകളിൽ, In the level of trust that we have with others. മറ്റുള്ളവരോടുള്ള നമ്മുടെ ആ ശ്രദ്ധ അല്ലെങ്കിൽ ആശ്രയം അതിൽ എങ്ങനെ ഇരിക്കണം And so എന്ന്. Saul was asked by his father to go and find the donkeys. അതുകൊണ്ട് ഈ പിതാവ് ശൗലിനെ മകനെ വിളിച്ച് കഴുതകളെ അന്വേഷിക്കാൻ അയക്കുന്നു. So why did he send his son? എന്നാൽ എന്തുകൊണ്ട് ആ പുത്രനെ അവൻ അയച്ചു? Number one, because he was trustworthy. ഒന്നാമതായി പുത്രൻ സത്യസന്ധൻ ആയിരുന്നു. Number two, because this boy was a hard-working boy. രണ്ട്, ഈ മകൻ വളരെ കഠിനാധ്വാനി ആയിരുന്നു. If Saul was not a hard-working boy, his father would not give him this task. ശൗല കഠിനാധ്വാനി ആയിരുന്നില്ലെങ്കിൽ പിതാവ് അവനെ യോഗത്തിന് ഈ നിയോഗവുമായി അയക്കില്ലായിരുന്നു. My question to you is, are you a hard-working person? എന്റെ ചോദ്യം നിങ്ങളോട് ഇതാകുന്നു, നിങ്ങൾ കഠിനാധ്വാനികളായി ജീവിക്കുന്നവരാണോ? In your studies, നിങ്ങളുടെ പഠനത്തിൽ, in your work, നിങ്ങളുടെ വാക്കിൽ, in whatever activities you are doing, are you a hard-working നിങ്ങൾ person? ഇടപെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും കഠിനാധ്വാനിയായി നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? You know, today the culture has gone so bad that we are trying to find shortcuts in everything. ഇന്നത്തെ സംസ്കാരം വളരെ അധപ്പതിച്ചിരിക്കുന്നു. കുറുക്കു വഴികൾ കണ്ടെത്താനായി നാം എല്ലാം ഒരുപെടുന്നു. But no, if you want blessing from God, we need to be people who will be hard-working. എല്ലാ ദൈവത്തിൽ അനുഗ്രഹം പ്രാപിക്കണം ആഗ്രഹിക്കുന്നുവെങ്കിൽ കഠിനാധ്വാനികൾ ആയിരിക്കണം. We got to be faithful people. നാം വിശ്വസ്തരായ ആളുകൾ ആയിരിക്കണം. We got to be people who are responsible to the task that has been given to us. നമുക്ക് നൽകപ്പെട്ട ചുമതലകളൊക്കെ ഏറ്റു ചെയ്യാൻ ചുമതലാബോധമുള്ളവരായിരിക്കണം. So number one, we got to be trustworthy. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ വിശ്വസ്തരായിരിക്കണം. Number two, we got to be hardworking. കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കണം. Number three, we got to be responsible. നാം ചുമതല ഏറ്റെടുക്കുന്നവരായിരിക്കണം. Number four, we got to be faithful people. നാലാമതായി നാം വിശ്വസ്തരായ ആളുകൾ ആയിരിക്കണം. For example, next March, April, May, whenever is your board examination. ഉദാഹരണമായി അടുത്ത മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോൾ നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ ഒക്കെ കടന്നു വരും. Whatever annual exam you are facing. നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള ആനുകാലിക പരീക്ഷകൾ ഏതായാലും, If you want to get A+, നിങ്ങൾക്ക് A+ നേടണമെങ്കിൽ, or if you want to crack your NEET exam, അല്ല നിങ്ങളുടെ നീറ്റ് പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ, if you want to crack your JEE, അല്ലെങ്കിൽ JEE നിങ്ങൾ വിജയിക്കണമെങ്കിൽ, you got to be trustworthy. നിങ്ങൾ വളരെ ദൈവാശ്രയമുള്ളവരായിരിക്കണം, You വിശ്വസ്തരായിരിക്കണം, got to be hardworking. കഠിനാധ്വാനികൾ ആയിരിക്കണം. Not keeping your mobile inside your book and doing what you want to do, but you got to be hardworking. ബുക്കിനകത്ത് മൊബൈൽ വെച്ചുകൊണ്ട് സ്വകാര്യത്തോട് ഉപയോഗിക്കുക, പക്ഷേ കഠിനാധ്വാനികളായിരിക്കണം. Some are smiling and laughing. ചില ആളുകൾ ഇന്ന് ചിരിക്കുന്നുണ്ട്, പുഞ്ചിരിക്കുന്നുണ്ട്. They are saying, how do you know about me? ഇപ്പോൾ പറയുന്നുണ്ട്, എന്നെ കുറിച്ച് എങ്ങനെ നിങ്ങൾക്കറിയാം? You got to be hardworking. നാം വളരെ കഠിനാധ്വാനികൾ ആയിരിക്കണം. You know, I come across many families where mummies come and tell me, oh, my child is always on the mobile. ഞാൻ ധാരാളം അമ്മമാരെ കണ്ടുമുട്ടാറുണ്ട്. അവർ പറയുന്നത് എന്റെ കുഞ്ഞ് എപ്പോഴും മൊബൈൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. And they think the child is finding Wikipedia, encyclopedia and all kinds of answers from the internet. ഇന്റർനെറ്റിലെ വിക്കിപീഡിയയും എൻസൈക്ലോപീഡിയയും ഒക്കെ കണ്ടുകൊണ്ട് അവരൊക്കെ ഉത്തരം കണ്ടെത്തുന്നതാണ് Thinking the child is working hard. കഠിനാധ്വാനം ചെയ്യുന്ന മാതാവ് വിചാരിക്കുന്നു. But what is the child actually doing? എന്നാൽ ആ കുട്ടി ശരിക്കും എന്താ ചെയ്യുന്നത്? She's watching reels, she's watching YouTube, he's watching all kinds of things. റീൽസും യൂട്യൂബും വേണ്ടാത്ത സംഗതികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. But if you are not hardworking, how can you crack NEET exam? നിങ്ങൾ കഠിനാധ്വാനം അല്ലെങ്കിൽ എങ്ങനെ നീറ്റ് എക്സാം നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും? How can you excel? എങ്ങനെ നിങ്ങൾക്ക് ഉന്നമനം നേടാൻ കഴിയും? You got to be somebody who will work hard. വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയായിരിക്കണം തീരണം. God has a purpose out of your life. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശ്യമുണ്ട്. What is the purpose of God? എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശ്യം? That you rise and shine for Him. നിങ്ങൾ കർത്താവിനോട് എഴുന്നേറ്റ് But പ്രകാശിക്കണം. if you have to rise and shine, you got to do what you have to do. നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സംഗതി നിങ്ങൾ ചെയ്തേ മതിയാകും. How did Wilma Rudolph excel? എങ്ങനെയാണ് വിൽമ റുഡോൾഫ് അവളെ ഉന്നമനത്തിൽ എത്തിച്ചേർന്നത്? How did she rise and shine? അവൾ എങ്ങനെ എഴുന്നേറ്റ് പ്രകാശിച്ചു? Not by just saying,
Mama, I want to become the world champion. അമ്മേ എനിക്ക് ലോകത്തിലെ ചാമ്പ്യനായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ല. And next day sleeping till 10 o'clock in the morning. അടുത്ത ദിവസം 10 മണി വരെ ഉറങ്ങിക്കിടക്കുന്ന വൃത്തിയായിട്ടല്ല. Not by doing YouTube and reels. യൂട്യൂബ് റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയല്ല. Not by having friends who would just play around her. അവർക്ക് ചുറ്റുപാട് കളിക്കാനായി കൂട്ടുകാരുമായി ഒത്തിരുന്നതോടല്ല. She worked hard to achieve that goal. നേടേണ്ടതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. So you got to be somebody who will work hard and be faithful and be responsible so that you will excel one day. അതുകൊണ്ട് ഒരു നാളിൽ നിങ്ങൾക്ക് ഉന്നതത്തിലെത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനിക്കണം, വിശ്വസ്തരായിരിക്കണം, സത്യസന്ധരായി നിങ്ങൾ മുന്നേറണം. So now when Saul is being given this job, ഇപ്പോൾ ഈ ജോലി സൗലിന് നൽകിയപ്പോൾ what did Saul do? സൗൽ എന്ത് ചെയ്തു? So he passed through the mountain. Verse 4. So he passed through the mountains of Ephraim and through the land of Shalisha, but he did not find them. അവിടെ പറയുന്ന നാലാമത്തെ വാക്യത്തിൽ അവൻ എഫ്രൈം മലനാട്ടിലും ശാലീഷാം ദേശത്തും കൂടി സഞ്ചരിച്ചു, അവയെ കണ്ടില്ല. So what is happening with Saul? ഇപ്പോൾ സൗലിന് എന്താ He സംഭവിക്കുന്നത്? went to 1 or 2 cities. അവൻ ഒന്ന് രണ്ട് പട്ടണത്തിലേക്ക് പോയി, He went to the nearby places. സമീപത്തുള്ള പ്രദേശങ്ങളിലേക്ക് പോയി. He did not find the donkeys. അവന് കഴുതകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. What I would have done if I was in the place of Saul. സൗലിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് From ചെയ്യുമായിരുന്നു? morning to evening I would have looked around for the lost sheep. രാവിലെ മുതൽ വൈകുന്നേരം വരെ നഷ്ടപ്പെട്ട കഴുതകളെ നോക്കുമായിരുന്നു. And then I would have come back home. ഞാൻ ഭവനത്തിലേക്ക് മടങ്ങി വരും. And I would have told to my daddy, ഞാൻ എന്റെ പിതാവിനോട് ഇങ്ങനെ പറയും, Daddy, I worked the whole day. പിതാവേ, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാം ശ്രമിച്ചു നോക്കി. I went to this city, I went to this town, I went everywhere that I could. ഞാൻ ആ പട്ടണത്തിൽ ഈ പട്ടണത്തിൽ എനിക്ക് പോകാൻ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലേക്ക് ഞാൻ പോയി. But I did not find the donkeys. എന്നാൽ കഴുതകളെ കണ്ടുപിടിയില്ല. So now I was feeling hungry, so I came back home. എനിക്കിപ്പോൾ വിശപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ മടങ്ങി ഭവനത്തിലേക്ക് So വന്നിരിക്കുന്നു. Daddy, good night. You send somebody else. അതുകൊണ്ട് ഡാഡി ഗുഡ് നൈറ്റ്, ആരെങ്കിലും എനിക്ക് പകരമായി അയക്കണമെന്ന് ഞാൻ പറയും. No, that is not the character of Saul. സൗലിന്റെ സ്വഭാവം അങ്ങനെ ആയിരുന്നില്ല. See, he wants to excel in what he's doing. അവൻ ചെയ്യുന്നതിൽ അവന് ഉന്നമനം പ്രാപിക്കണമെന്ന് He ആഗ്രഹമുണ്ടായിരുന്നു. wants to be honest, sincere and faithful to the task that has been given in his hand. അവന്റെ കരങ്ങളിലേക്ക് നൽകപ്പെട്ട സംഗതികളിൽ അവനെ വിശ്വസ്തനായി സത്യസന്ധനായി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയായി തീരണമെന്ന് ആഗ്രഹിച്ചു. Saul is teaching every one of us that we should not be the people who will give up so easily. വളരെ വേഗത്തിൽ സംഗതികളൊക്കെയും വിട്ടുകളഞ്ഞു പോകുന്നവരായി തീരരുത് എന്ന് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വേദഭാഗം പഠിപ്പിക്കുന്നു. Many of us will give up so easily. നമ്മളെ പലരും വളരെ പെട്ടെന്ന് ചില സംഗതികളൊക്കെ വിട്ടെറിഞ്ഞ് കളഞ്ഞു കളയും. When the science formula doesn't go inside our mind, we give up. സയൻസ് ഫോർമുല ശരിയായി അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതങ്ങ് വിട്ടുകളയും. When we try 1 or 2 times for entrance exam, we don't pass, we give up. ഒന്ന് രണ്ട് പ്രാവശ്യം എൻട്രൻസ് പരീക്ഷ എഴുതി നോക്കുന്നു, അത് ജയിക്കുന്നില്ല, പിന്നെ തള്ളിക്കളയുന്നു. But God is saying, don't give up, work hard. എന്നാൽ ദൈവം പറയുന്നു, അങ്ങനെ വിട്ടുകളയരുത്, കഠിനാധ്വാനം ചെയ്യുവിൻ. The Bible says in 1 Peter chapter 5 verse 6 like this. ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, Therefore humble yourself under the mighty hands of the living God, അതുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ ബലമാർന്ന കരങ്ങളിൽ നിങ്ങൾ അമർന്നിരിപ്പീൻ, so that he will exalt you in his time. അവന്റെ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന്. So don't give up. അതുകൊണ്ട് തള്ളിക്കളയരുതേ, Keep working hard. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിപ്പീൻ, Keep moving forward. അവനിലേക്ക് തന്നെ The നയിച്ചുകൊണ്ടിരിപ്പീൻ. devil will try to discourage you. സാത്താൻ നിങ്ങളെ പരാജയപ്പെടുത്താൻ നിങ്ങളെ സ്വാധീനിക്കും. He will try to bring fear into your heart. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഭയം കൊണ്ടുവരും. Oh, you did not find the result you wanted. അയ്യോ, നീ ആഗ്രഹിച്ച ഫലം നിനക്ക് ലഭിച്ചില്ലല്ലോ. You worked the whole day. പകൽ മുഴുവൻ കഠിനാധ്വാനം ചെയ്തു, You did not find the sheep. എന്നാൽ ആ കഴുത നിനക്ക് ലഭിച്ചില്ല. Oh, you did not find the donkey. നീ ആ കഴുത നിനക്ക് കിട്ടില്ലല്ലോ. Forget about the donkey. You did not even find the footmark of the donkey. ആ കഴുത കിട്ടില്ല എന്ന് മാത്രമല്ല, കഴുത നടന്നു പോയ അവന്റെ ആ കഴുതയുടെ കാൽപ്പാട് പോലും നിനക്ക് കാണാൻ കഴിഞ്ഞില്ല. It is beyond your reach. അത് നിന്റെ ഭാവനയ്ക്ക് Go അപ്പുറമാണ്. back home. എല്ലാം അങ്ങനെയല്ല. Saul would have been hearing this. സൗൽ ഇത് കേൾക്കുമായിരുന്നു. The devil might be saying, go back home. ഭവനത്തിലേക്ക് മടങ്ങി പോകാൻ സാധാരണ പറഞ്ഞു കാണും. You tried your level best from morning to evening. പ്രദോഷം വരെ നിനക്ക് പരിശ്രമിച്ച് നോക്കിയല്ലോ, You could not achieve it. നിനക്ക് നേടാൻ കഴിഞ്ഞില്ല. Go back home. ഭവനത്തിലേക്ക് മടങ്ങി പോകാം. The devil might be saying the same thing to you. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാത്താനും ഇതേ സംഗതികളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. Or MBBS is not your plate. MBBS നിന്റെ സ്ഥാനമല്ല. Scientist is not your cup of tea. സയന്റിസ്റ്റ് നിന്റെ ചായക്കല്ല. Whatever dream you have, no, it is not going to become. You think of somebody or something ordinary. നിന്റെ സ്വപ്നങ്ങളൊന്നും നേടാൻ പോകുന്നില്ല, പക്ഷേ മറ്റെന്തെങ്കിലും സാധാരണ കാര്യങ്ങൾ മാത്രം ചിന്തിപ്പാർക്കുക. The devil will come and whisper into ears to give up. തള്ളിക്കളയേണ്ടതിന് വേണ്ടി സാത്താൻ വന്ന് നിങ്ങളുടെ ചെവികളിൽ മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. You might be trying to learn the table of 13 boys and girls who are in 3rd standard, 4th standard, but you are not able to learn it. You want to give up, but don't give up. എന്നാൽ 13 നിങ്ങൾ പഠിക്കാനായിട്ട് 3-4 വയസ്സ് പ്രായമുള്ള കുട്ടികളൊക്കെ 3-ാം ക്ലാസ്സൊക്കെ 4-ാം ക്ലാസ് പഠിക്കുന്ന പരിശീലിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ സാധിക്കുന്നില്ല. വിട്ടുകളയരുതേ, പഠിക്കുമേ. All things are possible for those who believe. വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാകുന്നു. If you lack
wisdom, ask the one who has wisdom. നിങ്ങൾക്ക് ജ്ഞാനമില്ലെങ്കിൽ ജ്ഞാനമുള്ളവരോട് നിങ്ങൾ ചോദിച്ചു വാങ്ങുവിൻ. What is Saul doing? എന്താണ് ശൗൽ ചെയ്യുന്നത്? He did not give up. അവൻ തള്ളിക്കളഞ്ഞില്ല. My Bible says. എന്റെ വേദപുസ്തകം പറയുന്നു. So what did he do? അവൻ എന്താണ് ചെയ്തത്? When they passed through the land of Shalim and they were not there, then he passed through the land of Benjaminites, but he did not find them. When they had come to the land of Zuph, Saul said to him, so he's going from one place to the other place. അവിടെ പറയുന്ന എഫ്രൈം നാട്ടിലും ശാലീഷ ദേശത്തൊക്കെ സഞ്ചരിച്ചു, പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ അവൻ ബെന്യാമിൻ ദേശം കൂടി സഞ്ചരിച്ചു, അവിടെയും കണ്ടില്ല. What is Saul doing? എന്താണ് ശൗൽ ചെയ്യുന്നത്? Look at the character of Saul. ശൗലിന്റെ സ്വഭാവത്തിൽ നിന്ന് നോക്കുകയും He is not ready to give up. അവന് അത് വിട്ടുകളയാൻ താല്പര്യമുള്ളവരല്ല. I will give my best. ഞാൻ എന്റെ ഏറ്റവും മെച്ചപ്പെട്ടത് ചെയ്യും. I will give all my strength and all my wisdom and all my abilities to complete the task that my father has given me. ചുമതല നിറവേറ്റുന്നതിന്റെ ശക്തി, എന്റെ ബുദ്ധി, എന്റെ ജ്ഞാനം, എന്റെ കഴിവ്, എന്റെ സാമർത്ഥ്യം എല്ലാം ഞാൻ ഉപയോഗിക്കും. I will be honest to the call that is there upon my life. എന്റെ ജീവിതത്തിൽ ദൈവത്തിന് വിളിക്കാൻ ഞാൻ ഏറ്റവും ആത്മാർത്ഥതയുള്ളവനായി തീരും. See what is Saul doing? എന്താണ് ശൗൽ ചെയ്യുന്നത്? Listen to me very carefully. എന്നെ ശ്രദ്ധയോടെ കേൾക്കുവിൻ. When his daddy told him go and find the donkeys, കഴുതകളെ പോയി കണ്ടെത്താനായിട്ട് പിതാവ് അവനോട് പറഞ്ഞപ്പോൾ he did not go sit under a tree and start playing YouTube. അവന് ഒരു മരത്തിന്റെ കീഴിൽ പോയി ഇരുന്നുകൊണ്ട് യൂട്യൂബ് കണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. He did not go call his friends, come on let's play cricket like Sachin Tendulkar. സച്ചിൻ തെണ്ടുൽക്കർ പോലെ ക്രിക്കറ്റ് കളിക്കാമെന്ന് സ്നേഹിതന്മാരെ വിളിച്ചുകൊണ്ടിട്ട് അവൻ പറഞ്ഞുകൊണ്ടിരുന്നില്ല. He did not go and sleep under a tree. അവരുടെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി ഇരുന്ന് ഉറങ്ങിയുമില്ല. He did not find a boyfriend or a girlfriend or a best friend and go somewhere. അവന് ഗേൾഫ്രണ്ടിനെ ബോയ്ഫ്രണ്ടിനെ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടുകൊണ്ട് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞില്ല. But he was honest to the task that was given to him. എന്നാൽ അവന് നൽകപ്പെട്ടതായിട്ടുള്ള അവന്റെ ചുമതലയിൽ അവൻ ആത്മാർത്ഥതയുള്ളവനായിരുന്നു. You got to be honest to the responsibility that God has given you. ദൈവം നിങ്ങൾക്ക് നൽകിയ ചുമതലയിൽ നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരായിരിക്കണം. You want to be successful in your life, you got to be honest to the responsibility that God has given you. ജീവിതത്തിൽ നിങ്ങൾ വിജയം നേടണമെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചുമതലകളിൽ നിങ്ങൾ ആത്മാർത്ഥത ഉള്ളവർ ആയിരിക്കണം. So what is Saul doing? എന്താണ് ശൗൽ ചെയ്യുന്നത്? He's going from one village to the other village. അവൻ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നു. He's going from one country to the other country. ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് അവൻ പോകുന്നു. It is not easy. അത് എളുപ്പമല്ല. It is not easy. അത് എളുപ്പമല്ല. The roads are tough. ആ നിരത്തുകളൊക്കെ കഠിനമായത്. It is not like the highway you see right there. നമ്മൾ കാണുന്ന പോലെ ഹൈവേ വരൊന്നും അല്ലായിരുന്നു. It would have been muddy path. അതെല്ലാം ചേർന്നൊടിച്ച ആ റോഡുകളായിരുന്നു. It would have been very rocky roads. അവിടെയൊക്കെ കല്ലും പാറക്കൽ കൃഷ്ണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. I don't know if there was a road or he was making his way. ശരിയായ ഒരു നിരത്തുണ്ടായിരുന്നോ അതോ അവൻ എങ്ങനെയോ പോകുമായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. He was not having good shoes like your papa and mommy has bought you. നിങ്ങളുടെ പപ്പായ മമ്മിയോ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ഷൂസ് പോലെ നല്ല ഷൂസ് അവൻ ഉണ്ടായിരുന്നില്ല. I don't even know whether he was wearing a sandal. അവനൊരു സാൻഡലെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But I'm sure the stones would have pierced through his feet. അവന്റെ പാദത്തിൽ കല്ലുകളൊക്കെ കുത്തി Thorns would have hurt his body. മുള്ളുകളൊക്കെയും അവൻ വേദനിപ്പിച്ചു കണ്ടു. He did not worry about it. അതിനെക്കുറിച്ച് അവൻ ഭാരപ്പെട്ടില്ല. He must have been bleeding. അവന്റെ കാലുകളിൽ രക്തം വാർന്നൊഴുകുന്നുണ്ടായിരിക്കാം. But still he wanted to do one thing. I want to complete the responsibility that is given to me. എങ്കിലും അവരുടെ ആഗ്രഹം കൊണ്ട് താല്പര്യമുണ്ട്. എനിക്ക് നൽകിയിരിക്കുന്ന ചുമതല നിറവേറ്റിയേ മതിയാകുകയുള്ളൂ. Are you honest to the call that is there upon your life? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ചുമതലയിൽ നിങ്ങൾ ആത്മാർത്ഥതയുള്ളവർ ആണോ? Saul is not finding the substitutes. ശൗല ഒരു പകരക്കാരനെ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. He is not finding substitutes. അവരുടെ പകരക്കാരനെ വെക്കാൻ But ശ്രമിക്കുന്നില്ല. he is doing his work. അവന്റെ പ്രവൃത്തി അവൻ തന്നെ ചെയ്യുന്നു. Maybe he is feeling hungry now. അവനിപ്പോൾ വിശപ്പ് തോന്നിയേക്കാം. He is tired now. അവനിപ്പോൾ ക്ഷീണിതനാണ്. But he is not worried about all those things. എന്നാൽ അതിനെക്കുറിച്ച് അവന് ഭാരമില്ല. He just wants to complete the task that has been given to him. അവന് നൽകപ്പെട്ടിരിക്കുന്ന ചുമതല നിറവേറ്റാനുള്ള ആഗ്രഹം അവന്റെ ജീവിതത്തിൽ ആഗമനമുണ്ട്. Boys and girls, ആൺകുട്ടികളെ പെൺകുട്ടികളെ, are you faithful to the responsibility that has been given to you? നിങ്ങൾക്ക് നൽകപ്പെട്ട ചുമതലകളിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുന്നുവോ? There is no substitute for success. വിജയത്തിന് മറ്റൊരു പരിഹാരമില്ല. You got to be hard-working people. നിങ്ങൾ കഠിനാധ്വാനികൾ ആയിരിക്കണം. Only if you work hard, you will find it. നിങ്ങൾ കഠിനാധ്വാനം ചെയ്താലേ നിങ്ങൾ കണ്ടെത്തുകയുള്ളൂ. I give you a classical, real example. ഞാൻ വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു യഥാർത്ഥ ഉദാഹരണം പറഞ്ഞു തരാം. I know everybody will answer the name that I'm asking. ഞാൻ ചോദിക്കുന്ന ആ പേര് നിങ്ങൾ എല്ലാവരും ഉത്തരം തരുമെന്ന് എനിക്കറിയാം. Who is the best player in cricket the world has ever seen? ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ്? This young boy knows Sachin. ഈ കൊച്ചുകുട്ടിക്കറിയാം സച്ചിൻ. He might have never seen Sachin play in his life. സച്ചിൻ കളിക്കുന്നത് ജീവിതത്തിൽ ഇതുവരെ കണ്ടു കാണില്ല.
Because Sachin would have retired when he was a young boy. ഇവൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ സച്ചിൻ റിട്ടയർ കാണും. But he knows the name of Sachin. എന്നാൽ സച്ചിന്റെ പേരാണ് അറിയാം. But you know there was one more player who started playing with Sachin. എന്നാൽ സച്ചിനോട് ചേർന്ന് കളി ആരംഭിച്ച മറ്റൊരു കളിക്കാരൻ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. It was his classmate. അവന്റെ കൂട്ടുസഖിയായിരുന്നു. They both started playing together. അവർ ഒരുമിച്ചാണ് ക്രിക്കറ്റ് കളി ആരംഭിച്ചത്. One day Sunil Gavaskar said like this. ഒരിക്കൽ സുനിൽ ഗവാസ്കർ ഇങ്ങനെ പറഞ്ഞു, The other boy has better skills than Sachin Tendulkar. സച്ചിൻ തെണ്ടുൽക്കറേക്കാൾ അധികം മെച്ചപ്പെട്ട നൈപുണ്യം മറ്റേ കൂട്ടുകാരനുണ്ടായിരുന്നു. Who knows his name? അവന്റെ പേരറിയുമോ? Don't older people don't say, young guys. ആരുടെ പറയുമോ? യുവതിവാക്കളാരുടെ പറയുമോ? സച്ചിന്റെ കൂട്ടുകാരൻ കൂടെ പഠിച്ചവൻ Nobody knows. ആർക്കും അറിഞ്ഞുകൂടാ. His name is Vinod Kambli. വിനോദ് കാംബ്ലി. Vinod Kambli had more skill and he was a finer batsman than Sachin Tendulkar. വിനോദ് കാംബ്ലി സച്ചിൻ തെണ്ടുൽക്കർ നല്ല ബാറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാൻ ആയിരുന്നു. നല്ല കളിക്കാരൻ. He would hit sixes after sixes. ആറിന് പിന്നാലെ ആറ് അവൻ അടിക്കുമായിരുന്നു. But what happened? എന്നാൽ എന്ത് സംഭവിച്ചു? Pride came inside. അവന്റെ ജീവിതത്തിലേക്ക് അഹങ്കാരം വന്നുപെട്ടു. He stopped working hard. അവൻ കഠിനാധ്വാനം ചെയ്തു. When the team would go for net practice, എന്നാൽ പ്രാക്ടീസിന് പോകുന്ന ടീം പോകുമ്പോൾ he would go to the night clubs. അവൻ നൈറ്റ് ക്ലബ്ബുകളിൽ പോകും. He will go to the discotheques. അവൻ ഡിസ്കോ ടെസ്റ്റിലേക്ക് പോകും. He will go after other people. അവർ മറ്റ് ആളുകളുടെ പിന്നാലെ പോകും. One day when he comes to play, he would not have hair in his body. ഒരിക്കൽ അവന് കളിക്കാനായിട്ട് വരുമ്പോൾ അവന് തലയിൽ രോമം ഉണ്ടാവില്ല. After 3 months you see he will have long hair. 3 മാസം കഴിയുമ്പോഴേക്കും നീളമുള്ള തലമുടി അവന്റെ തലയിലുണ്ടാവും. Then he will have colorful hair. പിന്നെ അവന് തലയിൽ നിറമുള്ള മുടി Then he will ഉണ്ടാവും. have a long earring. പിന്നെ നീളമുള്ള ഒരു ഇയറിംഗ് ഇടും. So he was focusing on everything other than the game. അവൻ കളിയെ ഒഴികെ മറ്റ് എല്ലാ സംഗതികളിലും അവൻ ശ്രദ്ധ വെച്ചു. What happened? എന്ത് സംഭവിച്ചു? In 3 years time, 3 വർഷത്തിനുള്ളിൽ he was out of the Indian team. അവൻ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായി. Nobody knows where he is today. ഇന്ന് അവൻ എവിടെയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. He is living in hunger and poverty. അവനിപ്പോൾ വിശപ്പിലും ദാഹത്തിലും കഴിയുന്നു. A man yesterday I would practice in my hotel room. എന്റെ ഹോട്ടൽ മുറിയിൽ അടുത്ത ദിവസത്തെ കളിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ തന്നെ എന്റെ മുറിക്കുള്ളിൽ നിന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. That is why today the world knows him as the best cricket player ever produced. അതുകൊണ്ടാണ് ലോകമെമ്പാടും ഇതുവരെയും വന്നിട്ടുള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ട ക്രിക്കറ്റ് കളിക്കാരനാണ് സച്ചിൻ എന്ന് ലോകം പറയുന്നത്. How did this happen? അതെങ്ങനെ സംഭവിച്ചു? Because he was honest to his talent. കാരണം എന്താ? അവന് നൽകപ്പെട്ട താലന്തിൽ അവൻ He വിശ്വസ്തനായിരുന്നു. was hard-working man. അവൻ കഠിനാധ്വാനിയായിരുന്നു. If you will be hard-working like Saul, and if you will be person who will not give up, I want to tell you, one day you will create history. You will rise for Jesus. ശൗലിനെ പോലെ നിങ്ങൾ കഠിനാധ്വാനിയായിരിക്കുമെങ്കിൽ, എനിക്ക് നൽകപ്പെട്ട ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങാതെ മുന്നേറിക്കൊണ്ടിരിക്കുമെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ചരിത്രം സൃഷ്ടിക്കുന്ന വ്യക്തിയാക്കി ദൈവം നിങ്ങളെ ഒരു നാൾ ആക്കി തീർക്കും. There will not be any milestone that you will not be able to reach. നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു മൈൽ കുറ്റികളും ഉണ്ടായില്ല. So Saul is going after village after village, അതുകൊണ്ട് ശൗല ഗ്രാമമായി കടന്നു പോകുന്നു. country after country. ദേശമായി കടന്നു പോകുന്നു. He's walking through the forest. അവൻ കാടുകളിലൂടെ കടന്നു പോകുന്നു. It's not easy. അത് എളുപ്പമല്ല. There is danger of wild animals and attacks. അവിടെ വന്യമൃഗങ്ങളുടെ ശത്രുതയൊക്കെ ഉണ്ടായേക്കാം. അതൊന്നും പരിഗണിക്കുന്നില്ല. But he has only one focus. എന്നാൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Only one focus. അവൻ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. That I need to complete the task that has been given to me by my father. എന്റെ പിതാവിന് നൽകിയിരിക്കുന്ന ദൗത്യം നിറവേറ്റിയേ മതിയാകുകയുള്ളൂ. My friends, what is your focus today? എന്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ലക്ഷ്യം എന്താകുന്നു? Do you have a focus? നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടോ? Are you running with a focus? നിങ്ങൾ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി Or ഓടുന്നുണ്ടോ? are you running everywhere without a focus? അതോ ലക്ഷ്യപ്രാപ്തിയിൽ ആർക്കും ലക്ഷ്യമില്ലാതെ നിങ്ങൾ അന്തിമ ഓടി നടക്കുന്നു? You got to have a focus in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലാക്കപ്പ് ഉണ്ടായിരിക്കണം. When you will run with the focus, God will help you to achieve it. നിങ്ങൾ ലാക്കോടുകൂടി നിങ്ങൾ ഓടുമെങ്കിൽ ദൈവം അത് ലക്ഷ്യപ്രാപ്തി സഹായിക്കും. If you don't have a vision right now, ഇപ്പോൾ നിങ്ങൾക്ക് ദർശനമില്ലെങ്കിൽ, if you don't have a dream right now, നിങ്ങൾക്ക് ഇപ്പോൾ സ്വപ്നമില്ലെങ്കിൽ, I want you to catch a vision before you leave this place. ഈ സ്ഥലം വിട്ടു പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ദർശനം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. About 12-13 years back, 12-13 വർഷങ്ങൾക്ക് മുൻപ് I was in the place called Tiruvalla. തിരുവല്ല എന്ന സ്ഥലത്ത് ഞാനായിരുന്നു. I was staying with a doctor family. ഒരു ഡോക്ടർ കുടുംബത്തോട് കൂടി ജീവിക്കുമ്പോൾ Their son was studying that time in 6th standard. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അവർക്കുണ്ടായിരുന്നു. He came to me and said, "Uncle, would you pray for me?" അവൻ എന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, അങ്കിളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? I said, "What do you want me to pray for?" ഞാൻ ചോദിച്ചു, നിനക്ക് വേണ്ടി എന്താണ് He പ്രാർത്ഥിക്കേണ്ടത്? said, "I want to become a medical doctor." അവൻ പറഞ്ഞു, എനിക്ക് ഒരു മെഡിക്കൽ ഡോക്ടറായി തീരണം. Boy is in 6th standard and he's already having a vision to become a doctor. അവന് 6 വയസ്സ് പ്രായമുള്ള, പക്ഷേ ഒരു മെഡിക്കൽ ഡോക്ടറായി തീരാനുള്ള ഒരു വലിയ ദർശനം അവന്റെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. I prayed for him. ഞാൻ അവനോട് പ്രാർത്ഥിച്ചു. And I said, "God will help you to accomplish it." ഞാൻ അവനോട് പറഞ്ഞു, ദൈവം നിറവേറ്റാൻ നിന്നെ സഹായിക്കും. You got to do two things. നീ 2 കാര്യങ്ങൾ ചെയ്യണം. Work hard,
നീ നന്നായി പ്രാർത്ഥിക്കണം, നന്നായി പ്രവർത്തിക്കണം. Pray hard, work hard. നന്നായി പ്രവർത്തിക്കണം, നന്നായി പ്രാർത്ഥിക്കണം. God will do it for you. ദൈവം നിനക്കായി നിറവേറ്റി തരും. 7 years later, 7 വർഷം കഴിഞ്ഞപ്പോൾ he got a seat in CMC Vellore. അവന് CMC വെല്ലൂരിൽ പഠനത്തിന് അവസരം ലഭിച്ചു. 3 years back, he completed his CMC. 3 വർഷത്തിന് മുമ്പ് അവൻ CMC പഠനം പൂർത്തിയാക്കി. Again, he called me. വീണ്ടും അവൻ എന്നെ വിളിച്ചു. He said, Uncle, I want to do my post graduation from CMC. എനിക്ക് CMC എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. It is not easy. അത് എളുപ്പമുള്ള സംഗതിയല്ല. CMC is one of the finest medical colleges in the country. ദേശത്തിലുള്ള ഏറ്റവും മെച്ചപ്പെട്ട മെഡിക്കൽ കോളേജാണല്ലോ CMC. Only 40 students from about 16 lakh students who write the exam get into CMC. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന വെറും 40 കുട്ടികളാണ് ഒരു പ്രാവശ്യം അവിടെ പ്രവേശനം ലഭിക്കുന്നത്. This year's result came. ഈ വർഷത്തെ റിസൾട്ട് വന്നു. He is already in CMC Vellore. അവന് CMC വെല്ലൂർ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. What am I trying to tell you? ഞാൻ എന്താണ് ഇവിടെ പറയാൻ You got to work hard and focus in your life. നിങ്ങൾ നന്നായി പ്രാർത്ഥന ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലാക്ക് ഉണ്ടായിരിക്കണം. Don't have plan A, B, C, D. നിങ്ങൾക്ക് വെറുതെ ABCD എന്ന് പറഞ്ഞാൽ പോരാ. You got to have plan A and you got to focus on it and you got to work on it and my God will do it. നിങ്ങൾക്ക് ഏത് പറയുന്നെങ്കിൽ ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് അത് പ്രാപ്തിയിലേക്ക് എത്തിച്ചേരണം. My time is up. എന്റെ സമയമായല്ലോ. I want to stress one more point and I'm going to finish it. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. It's a long message but I'm cutting it short right വളരെ now. ദുഃഖമുള്ള സന്ദേശമാണ്, പക്ഷേ ഞാൻ ചുരുക്കി പറയട്ടെ. Saul kept looking for the donkey for 3 days. 3 ദിവസക്കാലം ശൗല ഈ കഴുതകളെ അന്വേഷിച്ച് നടക്കുകയാണ്. 3 days and night he has been looking for them. 3 ദിവസം രാപ്പകൽ അവൻ കഴുതകളെ അന്വേഷിച്ച് നടന്നു. He did not find them. അവന് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. Suddenly he remembers one thing. വളരെ പെട്ടെന്ന് അവൻ ഒരു കാര്യം ഓർത്തു. I got to go back home. ഇതിന് മടങ്ങി ഭവനത്തിലേക്ക് I പോകണമല്ലോ. got to go back home. ഞാൻ ഭവനത്തിലേക്ക് മടങ്ങി പോകണം. Because now my father will not be worried about sheep, he's worried about me. ഇപ്പോൾ എന്റെ അപ്പന് കഴുതകളെ കുറിച്ചുള്ള ഭാരമല്ല, പക്ഷേ എന്നെ കുറിച്ചുള്ള മനോഭാരം എന്റെ പിതാവിനുണ്ടാവും. It's a very beautiful verse. വളരെ മനോഹരമായ ഒരു വേദവാക്യം. Now I'm speaking to parents and the children. തിരുവനന്തപുരത്തുള്ള മാതാപിതാക്കളോട് ഞാൻ സംസാരിക്കട്ടെ. Verse 5. 5-ാമത്തെ വാക്യം. Saul is saying to his servant, തന്റെ ഭൃത്യനോട് ശൗൽ പറയുകയാണ്, come let us return. വരിക, നമുക്ക് മടങ്ങിപ്പോകാം. Because my father must be worried about us. അല്ലെങ്കിൽ അപ്പൻ കഴുതയെ കുറിച്ച് ചിന്ത വിട്ട് നമ്മെ കുറിച്ച് വിഷാദിക്കും. He knew his father. അവന്റെ പിതാവിനെ അവനറിയാം. He knew his father. അവന്റെ പിതാവിനെ അവനറിയാം. He did his part. അവന്റെ പിതാവിനെ അവനറിയാം. Saul did his part. Saul completed his task. അവന്റെ ഉദ്യമം അവൻ പൂർത്തിയാക്കി. Was he successful? അവൻ വിജയിച്ചോ? No. ഇല്ല. No. ഇല്ല. But he knew his father. എന്നാൽ അവന്റെ പിതാവിനെ വിട്ടുകളഞ്ഞില്ല. Even if I go back as a failure, my father will embrace me. എന്റെ പരാജയത്തോടുകൂടി ഞാൻ മടങ്ങി ഭവനത്തിലേക്ക് പോയാലും എന്റെ പിതാവ് എന്നെ കൈക്കൊള്ളും. I gave my best. ഞാൻ ഏറ്റവും മെച്ചപ്പെട്ടത് ദൈവത്തിന് നൽകി. I gave my best. എന്റെ മെച്ചപ്പെട്ടത് ഞാൻ കാഴ്ചവെച്ചു. And that is all my father expected from me. എന്നിൽ നിന്ന് എന്റെ പിതാവ് ആഗ്രഹിക്കുന്നത് അക്കാര്യം മാത്രമാകും. I need to give my best. എന്റെ ഏറ്റവും മെച്ചപ്പെട്ടത് ദൈവത്തിന് നൽകണം. Saul is saying, I know my father. ശൗൽ പറയുന്നു, എനിക്ക് എന്റെ പിതാവിനെ അറിയാം. He gave me a job. അദ്ദേഹം എനിക്ക് ഉദ്യോഗം തന്നു. I did my best. എന്നെ ഏറ്റവും മെച്ചമായി ഞാൻ ചെയ്തു. I worked hard. ഞാൻ കഠിനാധ്വാനം ചെയ്തു. I was sincere. ഞാൻ ആത്മാർത്ഥനായിരുന്നു. But I did not pass. എന്നാൽ ഞാൻ വിജയിച്ചില്ല. I did not become successful. ഞാൻ വിജയാളിയായി തീർന്നില്ല. But I know when I go back to my father, എന്നാൽ ഞാൻ ഭവനത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ he's not worried about the result. ആ ഫലമല്ല പിതാവ് ആഗ്രഹിക്കുന്നത്. But he's looking at my hard work. എന്റെ കഠിനാധ്വാനത്തെ പിതാവ് പ്രതീക്ഷിക്കുന്നു. Young boys and girls, യുവതിവാക്കളെ, don't worry about the result. Give your best. God still loves you. ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട ദൈവത്തിനെ നൽകുകയും ദൈവം അത് ജീവിതത്തിൽ നിറവേറ്റി തരും. You got to give your best. നിങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട ദൈവത്തിനായി നൽകണം. When you give your best, God will honor you. നിങ്ങളുടെ ഏറ്റവും മെച്ചപ്പെട്ട ദൈവത്തിനായി നൽകുമ്പോൾ ദൈവം നിങ്ങളെ പാലിക്കും. Saul was not worried about the result. ഫലത്തെക്കുറിച്ച് സൗലിന് യാതൊരു ഭാരവുമില്ല. But he gave his best. എന്നാൽ ഏറ്റവും മെച്ചപ്പെട്ട നാം കാഴ്ചവെച്ചു. Today when you will give your best, ഇന്ന് നിങ്ങളുടെ ഏറ്റവും മെച്ചപ്പെട്ട നിങ്ങൾ don't കാഴ്ചവെച്ചു. worry about your result. ഫലത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. Your Father in heaven knows the best for you. സ്വർഗ്ഗസ്ഥനായ പിതാവിന് നിങ്ങളുടെ ഏറ്റവും മെച്ചപ്പെട്ട ദൈവം When you will work hard, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യും. when you will give best, നിങ്ങൾ മെച്ചമായി ചെയ്യുമ്പോൾ, when you will be sincere, നിങ്ങൾ ആത്മാർത്ഥമായിരിക്കുമ്പോൾ, when you will be young men and women of integrity, നിങ്ങൾ ആത്മാർത്ഥതയുടെ യുവതിവാക്കായി തീരുമ്പോൾ, at the right time, എഴുന്നേൽക്കത്തക്ക സമയമാകുന്നു. my God